നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും മമ്മൂക്ക നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. പല പല പ്രവൃത്തികളിലൂടെ പലപ്പോഴും അത് പോസിറ്റീവായിരിക്കാം, വളരെ കുറച്ച് ശതമാനം നെഗറ്റീവും ആയിരിക്കാം. അദ്ദേഹത്തിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പ്രവൃത്തികൾ കാണുമ്പോൾ ഞാൻ അറിയാതെ വിസ്മയിച്ചിരുന്നിട്ടുണ്ട്. കഷ്ടിച്ച് ഒരു മാസം തികച്ചില്ല നമ്മുടെ മമ്മൂക്കയ്ക്ക് 75 വയസ്സ് തികയാൻ. എത്ര? 75 വയസ്സ് തികയാൻ. ഒരു 50 വയസ്സ് ആകുമ്പോഴേക്കും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കിളവന്മാരായി പോകുന്ന നിരവധി പേരെ എനിക്കറിയാം. എന്നാൽ പ്രായം അക്കങ്ങളിൽ മാത്രമേ മാറുന്നുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്ന മനുഷ്യനാണിപ്പോഴും മമ്മൂക്ക. 75 വർഷം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്ന് മാത്രമല്ല, താൻ എത്തപ്പെട്ട ഫീൽഡിൽ അജേയനായി 46 വർഷമായി നിൽക്കുന്നു എന്നത് ദുൽഖറിന് പോലും നിലനിർത്താനാവുമെന്ന് എനിക്കുറപ്പില്ല. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ സിനിമ നിതീഷ് സഹദേവനാണ് സംവിധാനം ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ കാരക്കുടിയാണ് ലൊക്കേഷൻ. അപ്പോൾ അവിടെ കാരക്കുടിയിൽ നിന്ന് കേരളത്തിലേക്ക് പുലർച്ചെ ഒരു 3-3:30 മണിക്ക് ഈ 75 വയസ്സുകാരൻ വരികയാണ്. മമ്മൂക്കയും ഗ്യാങ്ങും എന്ന് പറയാം. ഗ്യാങ്ങിലുള്ളത് അദ്ദേഹത്തിൻ്റെ PA ആയ ജോർജ്, പ്രശസ്ത നിർമ്മാതാവ് ആൻഡോ ജോസഫ്, രമേഷ് പിഷാരടി MLA, പിന്നെ ഡ്രൈവർ ഉണ്ണിയും. തിരുപ്പത്തൂർ ഹൈവേ റോഡിലേക്ക് കയറുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് വഴികൾ ഗൂഗിളിൽ തപ്പി പല വഴികളിലൂടെ പാതിരാത്രി ഗൂഗിൾ ചുറ്റിച്ചു. എൻ്റെ മകൻ വാഗമണിനപ്പുറത്ത് പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് MBAക്ക് പഠിക്കാൻ പോയപ്പോൾ ഗൂഗിളിട്ട് ഞങ്ങൾ പോയി. 3 സ്ഥലത്ത് റോഡ് അവസാനിക്കുന്നവരെ പോയി. പിന്നെ വേണമെങ്കിൽ കാറിനെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അക്കരെ പോയാൽ അവിടുന്ന് റോഡുണ്ട്. ഇങ്ങനെ ഗൂഗിൾ പലപ്പോഴും നമ്മളെയൊക്കെ പറ്റിക്കാറുണ്ട്. വല്ലാത്ത സമയമല്ലേ, അസ്വസ്ഥനാവുക സ്വാഭാവികം. തിരികെ കാരക്കുടിയിൽ ഹോട്ടലിൽ ചെന്ന് അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ റോഡ് തുറന്ന ശേഷം മടങ്ങാം എന്നായി മമ്മൂക്ക. വണ്ടി പട്ടമംഗലത്തായി. ഒരു പെട്രോൾ പമ്പ് കണ്ടു. കൊതുവലയ്ക്കകത്ത് ഉറങ്ങുന്ന ഒരു പയ്യൻ ആ പമ്പിൽ. അവൻ ചില വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ എല്ലാം കറങ്ങിയിട്ടാണ് ഇവർ വരുന്നതെന്ന് ആ പയ്യൻ അറിയില്ലല്ലോ. സംസാരം കേട്ട് ഉറങ്ങുകയായിരുന്ന മറ്റൊരാൾ എണീറ്റ് വന്നു. നിങ്ങൾ മലയാളികളാ? അതെ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ അയാൾ കാറിനകത്തിരിക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചു. അത് കണ്ട ആ ആളിനെ കണ്ട അണ്ണാച്ചി ശരിക്കൊന്ന് ഞെട്ടി. നമ്മ പെരിയ നടികർ കാർക്കുള്ളേ, നമ്മുടെ വലിയ നടനാണല്ലോ ഈ കാറിനകത്തിരിക്കുന്നത്. നിങ്ങൾ മമ്മൂട്ടി സാറാ? ആമാ സാർ. അയാൾ ആക്റ്റീവായി എന്നെ ഫോളോ ചെയ്. അണ്ണാച്ചി ചാടി ഒരു ബൈക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. ഗൂഗിളിന് പോലും തപ്പാനറിയാത്ത വഴികളിലൂടെ 10 കിലോമീറ്ററോളം ഈ വെളുപ്പാങ്കാലത്ത് അയാൾ വഴികാട്ടിയായി വച്ച് താങ്ങി. അപ്പടിയേ ഒരു സ്ഥലത്തെത്തിയ ശേഷം പറഞ്ഞാൽ അപ്പടിയേ പോനാൽ സ്ട്രൈറ്റാ പോതും കേരളത്തിലെത്തും. രസം അവിടെയല്ല. നാളെ ഈ മനുഷ്യൻ ആരോടെങ്കിലും മമ്മൂട്ടി സാറിനെ കേരളത്തിൽ പോകാൻ വഴി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരണ്ണാച്ചിമാരും വിശ്വസിക്കില്ല. ഈ സന്ദേഹം വന്നത് നമ്മുടെ പിഷാരടി MLAക്കാണ്. കേൾക്കേണ്ട താമസം മമ്മൂക്ക കാറിൽ നിന്നിറങ്ങി അയാളുടെ ഫോൺ വാങ്ങി MLAക്ക് നൽകിയിട്ട് അണ്ണാച്ചിയെ ചേർത്ത് പിടിച്ചു. ഉൻ പേരെന്നാ? പാണ്ഡ്യൻ. വീഡിയോയിൽ മമ്മൂക്ക പറയുന്നുണ്ട്, നമ്മ ഫ്രണ്ടാണ്. ആര്? ഈ പാണ്ഡ്യൻ. നമ്മ ഫ്രണ്ട്. സ്വന്തം എന്ന ബന്ധം എന്ന
friend. Okay. പാണ്ഡ്യൻ്റെ ജീവിതത്തിലെ ഒരു നല്ല മുഹൂർത്തമായിരുന്നു മമ്മൂക്ക കാണിച്ചത് എന്ന് ഞാൻ പറയും. ആര് ചെയ്യും ഈ വെളുപ്പാൻ കാലത്ത് അണ്ണാച്ചിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് നിർത്തിക്കൊണ്ട് ഇത് നമ്മ ആൾ എന്ന് പറഞ്ഞ് ആ വീഡിയോ ഇപ്പോൾ ഒരു തമിഴന്മാർ ഒരു 1,00,000 പേരെങ്കിലും കണ്ടു കാണും. നല്ല പ്രവൃത്തിയായിരുന്നു മമ്മൂക്ക. നമസ്കാരം. സിനിമ നിർമ്മാണ നിർവാഹകരെ പറ്റി വെറുതെ ഒന്ന് ആലോചിച്ചാൽ എൻ്റെ മുന്നിലേക്ക് ആദ്യം ഓടിയെത്തുന്ന 2 മുഖങ്ങളുണ്ട്. ആദ്യ മുഖം സിദ്ധു പനക്കൽ എന്ന സിദ്ധാർത്ഥൻ്റേതാണ്. നടൻ സുകുമാരൻ്റെ വീട്ടിലും ഓഫീസിലും സഹായിയായാണ് സിദ്ധാർത്ഥൻ സിനിമാ രംഗത്തെത്തിയത്. പിന്നെ ചലച്ചിത്ര പരിഷത്തിൻ്റെ ഓഫീസിലെ പിയൂണായി. ക്രമേണ സിനിമാ പ്രൊഡക്ഷൻ സഹായിയായി, പിന്നെ മാനേജരായി, എക്സിക്യൂട്ടീവായി, കൺട്രോളറായി. ഇന്ന് ആന്റണി പെരുമ്പാവൂരിൻ്റെ സിനിമകളുടെ മുഴുവൻ കൺട്രോളറാണ്. പൃഥ്വിരാജ് സിനിമകളുടെയും മോഹൻലാൽ സിനിമകളുടെയും കൺട്രോളറാണ്. നല്ല തിരക്കും വലിയ ആൾബലവും ഉള്ള ആളാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ. എന്നാൽ അങ്ങനെയുള്ള ഒരു അവകാശവാദവുമില്ല സിദ്ധാർത്ഥൻ. ഡ്രൈവറിൽ നിന്നും വലിയ മൾട്ടിസ്റ്റാർ സിനിമകളുടെ നിർമ്മാണ വിതരണ തിയേറ്റർ ഉടമയൊക്കെ ആയിട്ടും വന്ന വഴി മറന്നിട്ടില്ലാത്തതിനാലാകണം തൻ്റെ സിനിമകളുടെ കൺട്രോളറെ സിദ്ധുവേട്ടൻ എന്നാണ് ആന്റണി പെരുമ്പാവൂർ വിളിക്കുന്നത്. ആന്റണിന്ന് തന്നെയാണ് സിദ്ധാർത്ഥൻ വിളിക്കുന്നത് തിരിച്ച്. ഒരു വലിയ നിർമ്മാതാവല്ലേ, എല്ലാവർക്കും കയറി അങ്ങനെ ആന്റണി എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ സിദ്ധാർത്ഥൻ വിളിക്കുന്ന ആന്റണി എന്നാണ്. സിദ്ധാർത്ഥനെ ആന്റണി വിളിക്കുന്നത് സിദ്ധുവേട്ടൻ എന്നാണ്. രാവിലെ എണീറ്റ് റെഡിയായി ഏതെങ്കിലും ദൈവത്തിൻ്റെ ചന്ദനക്കുറിയും ഇട്ട് ഏതോ ട്രാവൽസിലെ ഉദ്യോഗസ്ഥനാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഫുൾ സ്ലീവ് ഷർട്ട് ഇൻസർട്ട് ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് അങ്ങ് ഇറങ്ങിയാൽ പിന്നെ സിദ്ധു പനക്കൽ വർക്ക് ചെയ്യുന്ന സിനിമയെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന മനുഷ്യനാണ്. പിണറായിയെയും വി ഡി സതീശനെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒരുപോലെ ബഹുമാനിക്കാൻ പഠിച്ച മനുഷ്യനുമാണ് സിദ്ധാർത്ഥൻ. അത് അയാളുടെ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി. തന്നെ കൂടെ ഇരുത്തി ഓണത്തിനും ബക്രീദിനും റംസാനുമൊക്കെ ഭക്ഷണം തന്ന പ്രേം നസീറിൻ്റെ ഖബറിൽ ഇടയ്ക്കിടയ്ക്ക് സിദ്ധാർത്ഥ പോവും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കാൻ. അദ്ദേഹം ജീവിച്ചിരുന്ന മദ്രാസിലെ മഹാലിംഗപുരത്തെ ആ വലിയ മാളികയിൽ പരിഷത്തിൻ്റെ ബോർഡ് വച്ച സൈക്കിളിൽ ഒരുപാട് തവണ സിദ്ധാർത്ഥൻ പോയിരുന്നതിൻ്റെ ഓർമ്മയിൽ ആ മണിമാളികയോ നസീർ സാറിൻ്റെ ബന്ധുക്കളോ ഇല്ലാതായിട്ടും പുതുതായി വന്ന ആ സ്ഥലത്ത് വന്ന ഫ്ലാറ്റിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാനും സമയം കണ്ടെത്തുന്ന മനുഷ്യനാണ് സിദ്ധു പനക്കൽ. ഇക്കാലത്ത് സിദ്ധാർത്ഥൻ വിചാരിച്ചാൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. ആന്റണി പെരുമ്പാവൂർ അതിനുള്ള അടിത്തറ പണിത് നൽകുകയും ചെയ്യും. ഒരു സിനിമ എനിക്ക് ചെയ്തു തരണമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞാൽ എന്തിനാണ് സിദ്ധു ആവശ്യമില്ലാത്ത പണികൾക്ക് പോകുന്നതെന്ന് മോഹൻലാൽ ചോദിക്കുകയില്ല. പൃഥ്വിരാജിനോട് സിദ്ധാർത്ഥൻ പറയുകയാണ്, രാജു, ലാലേട്ടൻ്റെ ഒരു പടം ഞാൻ നിർമ്മിക്കും, രാജു അത് സംവിധാനം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നോ പറയില്ല രാജു. കാരണം ഇന്ദ്രനെയും രാജുവിനെയും സ്കൂളിൽ കൊണ്ടാക്കാനും തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതുമൊക്കെ ചെയ്തിരുന്നവനാണ് സിദ്ധാർത്ഥൻ. മല്ലിക ചേച്ചിയും ഒരു അനിയനെ പോലെയാണ് അയാളെ സ്നേഹിക്കുന്നത്. അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സിദ്ധാർത്ഥൻ ആ പണിക്ക് പോവില്ല. 10-45 വർഷക്കാലമായി സിനിമകളിൽ ജോലി ചെയ്യുന്ന സെവൻ ആർട്സ് മോഹൻ്റെ ശിഷ്യനാണ് സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ കമ്മീഷൻ അടിച്ചു, പറ്റിച്ചു, കൂട്ടിക്കൊടുത്തു മുതലായ ഒന്നും ശത്രുക്കൾ പോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല.
പറഞ്ഞാൽ അത് വിറ്റുപോകില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ആരും പറയാത്തത്. തൻ്റെ ജോലി കൃത്യമായി ചെയ്ത് ഭംഗിയായി ജീവിക്കുന്ന മനുഷ്യനാണ് സിദ്ധാർത്ഥൻ. തൻ്റെ ഗുരുനാഥൻ സെവൻ ആർട്സ് മോഹൻ പോലും സിനിമ പിടിക്കാൻ പോയി ഉണ്ടായിരുന്നതെല്ലാം നശിപ്പിച്ച് നല്ല കടക്കാരനായി കഷ്ടപ്പെടുന്ന മുഖം സിദ്ധാർത്ഥൻ്റെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടാകണം ഒരു നടൻ്റെയോ നടിയുടെയോ ഒരു വർഷക്കാലം മുഴുവൻ ബ്ലോക്കാക്കി പോക്കറ്റിലിട്ടിട്ട് ദിവസം 20,000 രൂപ 25,000 രൂപ ശമ്പളം വാങ്ങിയിരുന്നവന് 30,000 രൂപ വെച്ച് കൊടുത്തിട്ട് 60,000 രൂപയ്ക്ക് മറുകച്ചവടം അടിക്കുന്ന ഒരു ചെറ്റത്തരവും സിദ്ധു പനക്കൽ ചെയ്തതായും ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങാൻ ഇത്തിരി കാശ് കുറവ്, സ്ഥലം വാങ്ങി കൊട്ടാരം പണിയാൻ ഇച്ചിരി കാശ് കുറവ്, മോളെ പഠിപ്പിക്കാൻ അയച്ച് കുറച്ച് പണം കുറവ് എന്നൊക്കെ പറഞ്ഞ് നാണമില്ലാതെ, നാണത്തിൻ്റെ ലെവലേശമില്ലാതെ സിനിമാക്കാരിൽ നിന്നും കാശ് പിരിക്കാനും പറ്റിക്കാനും സിദ്ധു പനക്കൽ ഇന്നു വരെ പോയിട്ടേ ഇല്ല. ദിലീപേട്ടൻ്റെ കേസ് നടത്താൻ ആ വക്കീല് രാമൻപിള്ളയ്ക്ക് കൊടുക്കാൻ 5 ലക്ഷം തന്ന് സഹായിക്കണമെന്ന് ദിലീപ് അറിയാതെ ദിലീപിൻ്റെ പേരിൽ പിരിവ് നടത്തിയവനാണ് യവനെന്ന് സിദ്ധാർത്ഥനെക്കുറിച്ച് ആരും പറയില്ല. സിനിമയിൽ അവസരം തരാം, ആദ്യം എൻ്റെ യൂട്യൂബ് ചാനലിൽ 5,000 രൂപ അടച്ച് അംഗത്വം എടുക്കണം എന്ന് പറഞ്ഞ് 10,000 കണക്കിന് അഭിനയമോഹികളിൽ നിന്ന് 10,000 വെച്ച് വാങ്ങി വലിപ്പിച്ചു എന്ന പരാതിയും ഒരാളും സിദ്ധാർത്ഥൻ്റെ പേരിൽ ഇന്നു വരെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. എന്തിനധികം ഒരു കഥ പറയാനായി ലാലേട്ടനെ ഒന്ന് കണക്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ അപ്പം സിദ്ധാർത്ഥൻ പറയും, നിങ്ങൾ ആൻ്റണിയെ കാണുമെന്ന്. ഇതൊക്കെ കൊണ്ട് തന്നെ സിദ്ധു പനക്കൽ എന്ന സിദ്ധാർത്ഥനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സിദ്ധുവിൻ്റെ വിവാഹം നടക്കുമ്പോൾ ഞാൻ അതിരടിയിൽ അഭിനയിക്കാൻ അങ്കമാലിയിലായിരുന്നു. ആ വിവരം അറിയിച്ചപ്പോൾ അയാൾക്കത് നന്നായി മനസ്സിലായി. അങ്ങനെ തന്നെ അദ്ദേഹം പ്രതികരിച്ചു. അത് നമുക്ക് സന്തോഷം പകരുന്നതാണ്, അല്ലാതെ പരിഭവമോ പരാതിയോ ഒന്നും പറഞ്ഞില്ല. ഇനി പറയുന്ന രണ്ടാമനാര് എന്ന് ചോദിച്ചാൽ പാലക്കാട് ചിറ്റൂരുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് കക്ഷി, റോഷൻ ചിറ്റൂർ. ദിലീപിൻ്റെ ഏറ്റവും നല്ല അടുപ്പക്കാരിലൊരാൾ. ബിജു മേനോൻ്റെ നല്ല സുഹൃത്താണ്, മനസ്സാക്ഷിയാണ്. ദിലീപിൻ്റെ നിർമ്മാണ കമ്പനിയുടെ സിനിമകളെല്ലാം ചിന്തിക്കുന്നത് മുതൽ തിയേറ്ററിൽ എത്തിക്കുന്നത് വരെ ദിലീപിൻ്റെ അനിയൻ അനൂപുമായി എല്ലാ കാര്യത്തിലും ഓടി നടക്കുന്ന ആളാണ് റോഷൻ ചിറ്റൂർ. നന്നായി ഇംഗ്ലീഷും ഹിന്ദിയും വഴങ്ങുന്ന ആളുമാണ് റോഷൻ. മേജർ രവിയുടെ ആദ്യകാല ചിത്രങ്ങളിലൊക്കെ റോഷൻ സഹകരിച്ചിരുന്നു. ദിലീപിൻ്റെയോ ബിജു മേനോൻ്റെയോ ഡേറ്റ് അടക്കമുള്ള ഒന്നിലും ഇടപെടാത്ത കക്ഷിയാണ് റോഷൻ. ദിലീപിൻ്റെ വീട്ടിൽ പെറ്റുകിടന്ന് അവിടെ നടക്കുന്നതും പറയുന്നതുമൊക്കെ ചുരണ്ടാത്ത, റെക്കോർഡ് ചെയ്യാത്ത ആളാണ് റോഷൻ. എത്ര വേണമെങ്കിലും റോഷൻ ചിറ്റൂരിനെ പറ്റി എനിക്ക് പറയാൻ കഴിയുന്നു, അത്രയും അടുപ്പം എന്നോടുമുണ്ട്. ദിലീപിൻ്റെ സ്വന്തം ആളായി ചാളയും ചോറും അടിച്ച് ദിലീപിൻ്റെ ഗസ്റ്റ് ഹൗസിലിരുന്ന AC-യും അടിച്ചു മാറ്റി ദിലീപും കാവ്യയും അനൂപും സംസാരിക്കുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത മഹാൻ ഗസ്റ്റ് ഹൗസിൽ ചാങ്കട കിടക്കുമ്പോഴും റോഷൻ കമ്പനി കൂടിയിട്ടേ ഇല്ല ആ കക്ഷിയോട്. വെറും ഹായ് ബന്ധത്തിൽ വരയിട്ട് നിർത്തിയ ബുദ്ധിമാനാണ് റോഷൻ. ഇന്നും മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ബിജു മേനോൻ്റെയും ഗുഡ് ബുക്കിൽ നിന്നും വെട്ടാത്ത ചുരുക്കം പേരിലൊരാളാണ് റോഷൻ. ഞാനുമായി കുറേ നാളത്തെ നല്ല ബന്ധമുള്ളത് വെച്ച് ഞാൻ ചില്ലുവിളക്ക് എന്ന പരമ്പര തുടങ്ങുമ്പോൾ റോഷനെ വച്ചു കൺട്രോളറായിട്ട്. ആൻഡമാനിൽ പാട്ടെടുക്കാൻ പോയതടക്കം ഒരു കാര്യത്തിലും ഞാൻ ഇടപെടേണ്ടി വന്നിട്ടേയില്ല. നമ്മൾ പറയുന്നവരെ നമ്മൾ പറയുന്ന പ്രതിഫലത്തിൽ എത്തിച്ചു തന്നിരുന്നു റോഷൻ. ഒരിക്കലും റോഷൻ എനിക്ക് തലവേദന ഉണ്ടാക്കിയിട്ടേയില്ല. നിർമ്മാതാവ് ഒരു അമ്മ നടിയുടെ കൂടെ കിടക്കാൻ കിട്ടും എന്ന ഉറപ്പിൽ മാണി സി കാപ്പൻ്റെ പ്രലോഭനത്തിൽ വീണ് കബഡി എന്ന സിനിമ എടുക്കാൻ മുങ്ങിയപ്പോഴും അതിൽ വീഴാതെ ചില്ലുവിളക്കിനൊപ്പം നിന്ന റോഷനെ എനിക്കിപ്പോഴും ഇഷ്ടമാണ്, ഒരു അനുജനെ പോലെ. റോഷൻ മനസ്സ് വച്ചിരുന്നെങ്കിൽ
ദിലീപിൻ്റെയും ബിജു മേനോൻ്റെയും മഞ്ജു വാര്യരുടെയും പ്രതാപ സമയത്ത് 2-3 സിനിമകൾ നിർമ്മിക്കാനിറങ്ങി മാർവാടിയെ അടക്കം മൂഞ്ചിച്ച് ഒരു 10-15 കോടി പുഷ്പം പോലെ അടിച്ചെടുക്കാമായിരുന്നു. അതിൽ ഭാര്യയുടെ പേരിൽ കൊട്ടാരം പോലത്തെ വീടും മോളുടെ പേരിൽ പ്രിയദർശൻ വിൽക്കാനിരുന്ന ഫ്ലാറ്റും 4-5 കിയ കാറും ഏക്കർ കണക്കിന് തോട്ടവും ഒക്കെ വാങ്ങിച്ച് ഒപ്പിച്ച് വെച്ച് പാവങ്ങൾക്ക് പരിഹാരമായി 5 നേരം നിസ്കരിച്ചു, ഇടതുവശത്ത് മുണ്ടെടുത്തും തലയിലെ ഒരു അന്തൻ്റെ കണ്ണടയും കയറ്റി ഞെളിഞ്ഞ് നടക്കാമായിരുന്നു റോഷൻ. ദിലീപേട്ടൻ്റെ കേസ് വാദിക്കുന്ന രാമൻപിള്ള വക്കീലിന് ഇന്ന് ഒരു 20 ലക്ഷം കൊടുത്തില്ലെങ്കിൽ നാളെ കോടതിയിൽ അദ്ദേഹം വരില്ല എന്ന് പറഞ്ഞ് വല്ല വാവളന്താന്മാരായ വിദേശികളിൽ നിന്നും പിരിച്ച് പുട്ടടിക്കാമായിരുന്നു റോഷൻ. കാരണം ദിലീപിൻ്റെ കാര്യം പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. കാരണം ദിലീപിൻ്റെ മനസാക്ഷിയല്ലേ. രാമൻപിള്ള വക്കീലിന് നാളെ ഒരു 20 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ മറ്റന്നാൾ അയാൾ കോടതി വരില്ല എന്ന് പറഞ്ഞ് വിദേശത്തുള്ള പൊട്ടന്മാരെയൊക്കെ പറ്റിക്കാമായിരുന്നു. പക്ഷേ നല്ല മനുഷ്യസ്നേഹമായ ഒരു ബാപ്പയ്ക്ക് പിറന്ന മോനായതിനാൽ റോഷൻ ചിറ്റൂർ ആ പണിക്കൊന്നും പോകാതെ മാന്യമായി ഇപ്പോഴും പണിയെടുത്ത് ജീവിക്കുന്നു. എന്നാൽ നാഴികയ്ക്ക് 40 വട്ടം ഞാൻ കോൺഗ്രസ് എൻ്റെ അപ്പന്മാർ പഴയ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന വേറൊരു കൺട്രോളറുണ്ടല്ലോ, ബാദുഷ സാർ. കയ്യിൽ 80 മാനേജർമാരെയും 40 എക്സിക്യൂട്ടീവുമാരെയും വച്ച് ഒരേ സമയം 2 ഡസൻ സിനിമകൾ കൺട്രോൾ ചെയ്യുകയും നടന്മാരുടെ ശമ്പളം കുത്തനെ കൂട്ടി അവരുടെ ഡേറ്റുകൾ കമ്പനികൾ വയ്ക്കുന്നത് പോലെ ബൾക്കായി വാങ്ങിച്ചു വച്ച് തോന്നുന്ന തുകയ്ക്ക് വിറ്റ് ചീർത്ത ഇല്ലാതെ പോയ കൺട്രോളറായിരുന്നു ബാദുഷ എന്ന് ഒരു 2-3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ നല്ല അടുപ്പക്കാരനായിരുന്നു. 2-3 വർഷം മുമ്പ് ഈ ബാദുഷ മലയാള സിനിമയിലെ ഒരു ക്യാൻസറായി മാറും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ സഹായിച്ചു. ഇയാളുടെ എർത്തായി നടക്കുന്നവന്മാർ രാത്രി വെള്ളം അടിച്ചിട്ട് എന്നെ വിളിക്കും, ബാദുക്കയെ പറയാൻ നീ ആര് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചവരുടെയൊക്കെ പോടാ പുല്ലേന്ന് പറഞ്ഞു. കാരണം ഇത് അനുഭവം കൊണ്ട് പഠിക്കട്ടെ എന്ന് വെച്ചു. ഇപ്പോൾ ഈ പറഞ്ഞ 40 കൺട്രോളറും ഇല്ല, 40 മാനേജരും ഇല്ല, 20 എക്സിക്യൂട്ടീവും ഇല്ല, ഒരു പുല്ലനും ഇല്ല ഇപ്പോൾ ബാദുഷയുടെ കൂടെ. ഒരേ സമയം ഒരു സിനിമയെ ഒരാൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന നിബന്ധന വന്നപ്പോൾ വഴിയെ പോകുന്ന സിനിമകളുടെയൊക്കെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി പിന്നെ പ്രൊഡ്യൂസറായി ഉണ്ടാക്കിയെടുത്ത പേരും പണവും ക്രെഡിബിലിറ്റിയും എല്ലാം നശിപ്പിച്ചു ബാദുഷ. കൊറോണയുടെ പീക്ക് സമയത്ത് ഇദ്ദേഹം സഹപ്രവർത്തകർക്ക് ഒരു തുണിസഞ്ചി നിറയെ അരിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ സൗജന്യമായി ജില്ലകൾ തോറും കൊണ്ടുകൊടുത്തപ്പോൾ ഇയാളെപ്പോലെ ആകണം സിനിമാക്കാർ എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പൊട്ടനായിരുന്നു ഞാൻ. വഴി കിടന്ന തേങ്ങയെടുത്ത് ഗണപതിക്ക് അടിക്കുന്ന പോലത്തെ പണിയാണ് ഈ മഹാൻ കാണിച്ചിരുന്നത് എന്ന നഗ്ന സത്യം അക്കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഇയാൾ വിശാലമായ മനസ്സ്, ഒരുപാട് സിനിമകൾ ചെയ്തു കോടിക്കണക്കിന് രൂപ കൈ കിട്ടുന്നതുകൊണ്ട് സക്കാത്ത് കൊടുക്കും പോലെ കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ. ഇങ്ങനെ ആവണം മമ്മൂട്ടി അടക്കമുള്ളവരെന്നൊക്കെ അന്ന് വാചകം അടിച്ച ആളാണ് ഞാൻ. പെട്ടെന്ന് മലയാള സിനിമയിലെ സൃഷ്ടിസ്ഥിതി സംഹാര മൂർത്തിയായങ്ങ് ബാദുഷ വളർന്നു. ബാദുക്കയെ ആരെങ്കിലും വല്ലതും പറയാൻ ചുണ്ടനയ്ക്കാൽ പാതിരാത്രി വിളിച്ച് തെറി പറയാനുള്ള അംഗരക്ഷകരെയും ചാവേറുകളെയും വരെ ബാദുഷ ഉണ്ടാക്കിയെടുത്തു. ഫെഫ്കയുടെ സ്വേച്ഛാധിപതിയായ നേതാവ് ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് വച്ച പാനലിനെ വിമതപക്ഷമുണ്ടാക്കി തോൽപ്പിച്ച് ബാദുക്ക ഫെഫ്ക എക്സിക്യൂട്ടീവ് യൂണിയൻ്റെ പ്രസിഡൻ്റായി. ശരിക്കും പറഞ്ഞാൽ പിന്നെ കാണുന്നത് ഉണ്ണിയേട്ടൻ ബാദുക്കയോട് സമരസപ്പെട്ടു. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ ബുദ്ധിമാനായ ഇന്ദ്രൻസിൻ്റെ ഒഴികെ ഇവിടെയുള്ള ഉപനടീനടന്മാരുടെയൊക്കെ ഡേറ്റുകൾ ബാദുക്ക ബ്ലോക്കാക്കി വെച്ച് വിലപേശി 15,000 20,000 പെർ ഡേ വാങ്ങിയിരുന്ന നടീനടന്മാരുടെയൊക്കെ ദിവസ ശമ്പളം കുത്തനെ 30 രൂപ ആക്കി കൊടുത്തു. ഈ ഡേറ്റെല്ലാം വാങ്ങിച്ച് ബ്ലോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ദിവസം ഞാൻ 30 രൂപ വെച്ച് തരും എന്ന് പറഞ്ഞ് വാങ്ങി. എന്നിട്ട് 60,000 രൂപയ്ക്ക് മറിച്ച് വിറ്റു. ഏതു നടനെയോ നടിയെയോ 10 ദിവസം ഡേറ്റിനായി വിളിച്ചാൽ പറയുന്ന മറുപടി എൻ്റെ ഡേറ്റെല്ലാം ബാദുക്കയുടെ കയ്യിലാണ്, അദ്ദേഹത്തെ വിളിക്കൂ, ദോഷം പറയരുതല്ലോ, വിളിച്ചാൽ തേനിൽ പഞ്ചസാര കുറുക്കിയ പോലത്തെ ഒരു മറുപടി ബാദുക്ക പറയും. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം, ഞാൻ തരാം, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. 60,000 രൂപയാണ് ഇപ്പോൾ അയാളുടെ റേറ്റ്. 10 ദിവസം വേണമെങ്കിൽ 6 ലക്ഷം രൂപ തരണം. അപ്പം നമുക്ക് തോന്നും എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ,
ഇല്ലാത്ത ഡേറ്റ് ഒപ്പിച്ച് തരയാണ് 10 ദിവസം. 60എങ്കിൽ 60 പുല്ല്, 75 75 കൊടുക്കാമെന്ന് പറഞ്ഞ് ബ്ലോക്കാക്കും. അതിൽ 3 ലക്ഷം രൂപ നടനോ നടിക്കോ കിട്ടും. 3 ലക്ഷം രൂപ നോക്കുകൂലിയായിട്ട് ബാദുക്ക അടിച്ചു മാറ്റും. ഇങ്ങനെ തൻ്റെ കൊട്ടക്കണക്കിന് ഡേറ്റ് ബാദുക്കയ്ക്ക് വിറ്റ ഹരീഷ് കണാരനും ബോൾഗാട്ടി ധർമ്മജനുമൊക്കെ വേഗം ഷെഡിലായി. അല്ലാന്ന് അവർ രണ്ടുപേരും പറയട്ടെ. അവർ ഷെഡിലായ പ്രധാന കാരണം ഇതായിരുന്നു. ബാദുക്കയിൽ ഹോൾസെയിലായിട്ട് ഡേറ്റ് കൊടുത്തിട്ട് ബാദുക്ക അത് ചില്ലറയായിട്ട് വിറ്റെടുത്ത് അവസാനം മറ്റ് പ്രൊഡ്യൂസർമാരും മറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർമാരും എക്സിക്യൂട്ടീവുമാരും ഒന്നും ഈ രണ്ടെണ്ണത്തിനും വിളിക്കാതായി. അങ്ങനെ ഷെഡിലായി. കാറ്റുള്ളപ്പോൾ തൂറ്റിയ കണാരൻ്റെ 20 ലക്ഷം വീട് വയ്ക്കാൻ കൊട്ടാരം പണിയാൻ വാങ്ങിയ ബാദുക്ക കൊടുത്ത പണം തിരിച്ചു ചോദിച്ച കണാരനെ പറഞ്ഞതൊന്നും മലയാളി മറക്കാറായിട്ടില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരേ പെഗടിച്ച് പ്രശ്നം അവസാനിപ്പിച്ചു. ജനാർദ്ദൻ പറഞ്ഞ കണക്ക് കോംപ്ലിമെൻറ്റ്സ് ആക്കി. 20 ലക്ഷം സ്വാഹ എന്ന് മാത്രമല്ല, ഇനി ബാദുക്കയെ വച്ച് പടം പിടിക്കാൻ ഇറക്കുന്നവർക്ക് ഷോക്ക് അടിപ്പിക്കേണ്ട അവസ്ഥ ആയതിനാൽ കണാരന് ബാദുക്ക അവസരങ്ങൾ കൊട്ടക്കണക്കിന് കൊണ്ട് തട്ടിത്തരുമെന്ന ചിന്തയും ഇനി വേണ്ട. കാരണം ബാദുക്ക ഏതാണ്ട് തീർന്നു. ഇനിയിപ്പോൾ നിർമ്മാതാവായിട്ട് മാത്രമേ നടക്കാൻ പറ്റൂ. ഇവിടെ നിർമ്മാതാക്കൾക്കൊരു സംഘടനയുണ്ട്. എൻ്റെ സുഹൃത്തായ രാകേഷൊക്കെ നയിക്കുന്ന വലിയ സംഘടനയാണ്. മലയാള സിനിമ എടുത്ത് മറിച്ചുകളെന്നൊക്കെ പറയും വായോടിക്കുന്ന കേട്ടാൽ. ആരെങ്കിലും ഒരു സിനിമ എടുക്കാൻ വന്നാൽ അവരെ രക്തരക്ഷസിനെ പോലെ ചോരയൂറ്റുന്നവന്മാരെ മാറ്റി നിർത്തണം എന്ന ചിന്ത ഈ സംഘടനയ്ക്കില്ല. പകരം അത്തരക്കാർക്കും കൂടി അംഗത്വം നൽകി നമ്മുടെ കൂടെ നിർത്തും. ഈ പറഞ്ഞ ബാദുഷ വെറും ബാദുഷ എന്ന് വിളിച്ചുകൂടാ. ഡോക്ടർ ബാദുഷ സാറ് ദിലീപിനെ നായകനാക്കി പടം പിടിക്കാനായിട്ട് എന്തോ സത്യനാഥൻ്റെ തേങ്ങാക്കൊലയിൽ നിന്ന് എന്തോ പറഞ്ഞൊരു പടമാണല്ലോ എടുത്തേ. 1 കോടി രൂപ ഒരു സിംഗപ്പൂർ മലയാളിയിൽ നിന്നും വാങ്ങിക്കുന്നു. പടമിറങ്ങി മാസങ്ങൾ കഴിയുമ്പോൾ ചില്ലിക്കാശ് മടക്കി കൊടുത്തില്ല. അയാൾ പറയുന്നത് കൊട്ടാരം പോലത്തെ വീട് വെച്ചു, പ്രിയദർശൻ വിൽക്കാനിട്ടിരുന്ന രമ്യഹർമ്മ്യം വാങ്ങിച്ചു, അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്ത് കിട്ടുന്ന കാശ് സിനിമയിൽ മുടക്കാൻ വരുന്നവരെ വലിപ്പിച്ച് ജീവിക്കുന്നവന്മാരെ നിർമ്മാണ സംഘടന മാറ്റി നിർത്തണ്ടേ? പ്രൊഡ്യൂസർമാരുടെ സംഘടന മാറ്റി നിർത്തണ്ടേ? ഇങ്ങനെ വലിപ്പിക്കുന്നവൻ ഇനി സിനിമ ഉണ്ടാക്കണ്ട എന്ന് പറയണ്ടേ? സിനിമ പിടിക്കുന്നവരുടെ സ്വന്തം സംഘടനയാണ് സിനിമയിൽ കൊണ്ട് ചാടിച്ച് കോടികൾ പറ്റിക്കുന്നവൻ പറയുന്നത് കേസ് കൊടുത്ത് വാങ്ങിച്ചോടാന്നാണ്. 1 കോടി രൂപ ഒരു റെക്കോർഡും ഇല്ലാതെ കൊടുത്ത, സിനിമയോട് പാഷൻ ഉള്ളതുകൊണ്ട് കൊടുത്ത സിംഗപ്പൂരുകാരനോട് പറയുക താൻ കേസ് കൊടുത്ത് വാങ്ങിച്ചോടോ. അപ്പോൾ എന്ത് പറ്റുന്ന കേട്ടാൽ ഈ കള്ളന് കഞ്ഞി വെച്ചവന്മാർക്കറിയാം സിവിൽ കേസ് കൊടുത്താൽ മാറ്റി ഒരു 10-15 വർഷം കൊണ്ടുപോകാം. ഇതിനിടയിൽ കൊള്ളയടിച്ചവൻ മയ്യത്താവും, പെണ്ടാട്ടിയും മക്കളും അടിച്ചു പൊളിച്ച് ജീവിച്ചോളും എന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. ഈ വലിപ്പിക്കുന്നവന്മാരെല്ലാം അങ്ങനെ വിചാരിക്കുന്നത്. ഇത് സിവിൽ കേസാകുമ്പോൾ ഒരു 10-15-20 വർഷം പോകുമല്ലോ. അതിനിടയ്ക്ക് ഞാൻ അടിച്ചു പോകും. കാരണം ഈ ലോകത്ത് കിടക്കാൻ പാടില്ലാത്തവനെന്ന് അള്ളാഹുവിന് തോന്നിയാൽ വിളിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കിയ കാറിൽ കൊട്ടാര സദൃശമായ വീട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കും. വലിപ്പിച്ച് വാപ്പയുണ്ടാക്കിയ പൈസയാണെന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. യവനെപ്പോലെയുള്ള ഫ്രോഡുകളെ സംഘടനകൾ ബാൻ ചെയ്യണ്ടേ എന്നാണ് എൻ്റെ ചോദ്യം. ചെയ്യില്ല, പകരം പൂവിട്ട് പൂജിക്കും. കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു നിർമ്മാതാവ് മോങ്ങുന്നത് കണ്ടു. 35 കോടി മുടക്കിയെടുത്ത സിനിമ 3 കോടി രൂപ തിയേറ്ററിൽ നിന്ന് നേടി. OTT സാറ്റലൈറ്റ് ഒരു പട്ടിക്കും വേണ്ട ആ കുതിരപ്പടം 32 കോടി ചത്തു. ഈ സംഘടനകൾ കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബാദുക്ക പറ്റിച്ച റോഷിത് ലാൽ എന്ന് പറയുന്ന ആൾ നല്ല രസകരമായ ജീവിതാനുഭവമുള്ള, പറ്റിക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ്. ജീവിതം ഒരു പോരാട്ടമായി കണ്ട ആളാണ് റോഷിത്. ബിഗ് സീറോയിൽ നിന്നും കോടീശ്വരനായി മാറിയ ബിസിനസ്സുകാരനായി വളർന്ന ആളോടാണ് ബാദുക്കയുടെ കളി. കേസ് പറഞ്ഞ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നായിരിക്കും ബാദുക്ക ഡോക്ടറുടെ ചിന്ത. അംഗരക്ഷകരായി ചട്ടമ്പിമാർ കൂട്ടിനും സംഘടനാ നേതാക്കളുടെ ബാക്കിങ്ങും ഉണ്ടല്ലോ എന്നായിരിക്കും ഇദ്ദേഹം കരുതുന്നത്. തൊഴിലാളി സംഘടനയായ ഫിഫ്കയുടെ നിർമ്മാണ നിർവാഹകരുടെ
സംഘടനയുടെ പ്രസിഡൻ്റാണ് ഡോക്ടർ സാർ. സത്യസന്ധതയുടെ തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഫെഫ്ക ഇയാളോട് വിശദീകരണം ചോദിക്കണം. സിനിമ പിടിക്കാൻ സിംഗപ്പൂരുകാരനായ റോഷിത്തിനോട് 1 കോടിക്ക് അപ്പുറം വാങ്ങിയിട്ട് നീ വലിപ്പിച്ചോ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം ബി ഉണ്ണികൃഷ്ണൻ. കാണിക്കണ്ടേ? എങ്കിലേ അയാൾ സംഘടന നേതാവാകൂ. എന്നാലൊരു കാര്യം ചെയ്യും, ആ കാശ് തിരിച്ചു കൊടുത്തിട്ട് സംഘടനാ നേതാവായാൽ മതി എന്ന് ഫെഫ്ക പറയണ്ടേ? കൊള്ളക്കാരന്മാർക്ക് വിലസാനുള്ള സ്ഥാപനമാണോ ഫെഫ്ക? എത്ര പേരിൽ നിന്നും ഈ സാറ് റേച്ചൽ എന്ന് പറഞ്ഞ് ഇറങ്ങാനൊരു പടമുണ്ട്, ഇറങ്ങട്ടെ മടങ്ങിത്തരാം എന്ന് ഉറപ്പ് കൊടുത്തിട്ട് റേച്ചൽ ഇറക്കാതിരിക്കുന്നു. ഫെഫ്കയും നിർമ്മാതാക്കളുടെ സംഘടനയുമൊക്കെ ഇതെല്ലാം അറിയണ്ടേ? ഡോക്ടർ ബാദുഷാ കരുതുന്നത് ഈ 1 കോടി തന്ന പൊട്ടാൻ സിംഗപ്പൂരിലല്ലേ, കേസിനൊന്നും പോവില്ല എന്നായിരിക്കും. ഇതുപോലെ കടം വാങ്ങിയ കാശ് മടക്കി ചോദിച്ചപ്പോൾ കേസ് കൊടുത്ത് വാങ്ങിച്ചോളാൻ പറഞ്ഞ ഒരു നല്ല ഫ്രോഡിനെ എനിക്ക് നന്നായിട്ടറിയാം. വലയം പരമ്പരയുടെ നിർമ്മാതാവായി തിരുവനന്തപുരത്ത് ഞെളിഞ്ഞു നടക്കുന്ന ഒരു ഫ്രോഡുണ്ട്. 25 ലക്ഷം രൂപ എന്നെ വിശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ എന്നെ പ്രലോഭിപ്പിച്ച്, ഞാൻ സുകുമാരൻ ഷാർജ എന്ന് പറഞ്ഞ മാന്യനായ മനുഷ്യനോട് സംസാരിച്ച് അദ്ദേഹം എന്നെ വിശ്വസിച്ച് 25 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഞാനായിരുന്നു സാക്ഷിയായിട്ട് ഒപ്പിട്ടത്. തിരികെ ലാഭമടക്കം 45 ലക്ഷം നൽകും. ഇവൻ അത്രയും കാശും കൊള്ളയടിച്ചു. വില കൂടിയ കാറും പൂജപ്പുരയിൽ വസ്തു വാങ്ങി നല്ല അന്തസ്സുള്ള നിർമ്മാതാവ് താമസിക്കാൻ യോഗ്യതയുള്ളൊരു നല്ല വീടുമൊക്കെ വെച്ച് തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ വിലസി ജീവിക്കുന്നു. പൊന്നു തമ്പരാൻ്റെ രാജ്ഞിയായി പെണ്ടാട്ടിയുമായി കണ്ടവനെ പറ്റിച്ച് നന്നായിട്ട് ജീവിക്കുന്നു. വില കൂടിയ 5000-ൻ്റെ ഷർട്ടും 10,000-ൻ്റെ ബെൽറ്റും 25,000-ൻ്റെ ഷൂ ഒക്കെ ഇട്ട് പോണവണ്ണം കാണാൻ. ആരും കുടിച്ചുള്ളത് വിശ്വസിക്കില്ല ഇവൻ വലിപ്പിച്ച് ജീവിക്കുന്നവനാണെന്ന്. ഇവ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഴുവൻ വലിപ്പിച്ചതാണെന്ന് ആർക്കും തോന്നില്ല. വലയം 300 എപ്പിസോഡായപ്പോൾ എനിക്ക് തരാനുള്ള ലക്ഷങ്ങൾ തരാതെ, എന്നോട് പറയാതെ എന്നെ ഒഴിവാക്കിയിരുന്നു. സുകുമാരൻ സാറ് ഒരിക്കൽ തലസ്ഥാനത്ത് വന്നപ്പോൾ ഈ തട്ടിപ്പ് വീരനെ വിളിച്ചു, ഈ ദ്രോഹിയെ വിളിച്ചു. എൻ്റെ നിന്നും വാങ്ങിയ പണം മടക്കി തരാഞ്ഞത് എന്താ എന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ താങ്കളിൽ നിന്നും ചെക്കും മുദ്രപത്രങ്ങളൊക്കെ തന്നിട്ടല്ലേ പൈസ വാങ്ങിച്ചത്, കേസ് കൊടുത്ത് വാങ്ങിച്ചോളാൻ ഈ തരികിട പറഞ്ഞു. ഇവൻ കരുതിയത് ഷാർജയിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇത് കേട്ട് എന്നെ നല്ല 4 തെറി എന്നെ പറഞ്ഞിട്ട് അങ്ങ് പോവും എന്ന് കരുതി. അദ്ദേഹം പിറ്റേന്ന് ചാലക്കുടി കോടതിയിൽ ഒരു പറ്റിപ്പ് കേസ് ഫയൽ ചെയ്തിട്ട് ഷാർജയ്ക്ക് പോയി. ഇവൻ ശരിക്കും പെട്ടു. വിളിക്കുമ്പോഴൊക്കെ കോടതി വിളിക്കുമല്ലോ, അപ്പോഴൊക്കെ എറണാകുളത്ത് ചെല്ലും. എൻ്റെ കൂട്ടുകാരൻ കൂടിയായിരുന്ന മേക്കപ്പ് മാൻ അവൻ്റെ കാറിൽ ഈ തട്ടിപ്പുകാരനെയും കൊണ്ട് ചാലക്കുടിക്ക് പോകും. കോടതിയിൽ കയറും, ശാപ്പാടടിക്കും, മടങ്ങും. സുകുമാരനെ വലിപ്പിച്ചല്ലോ എന്ന് കാറിലിരുന്ന് മേക്കപ്പ് മാനും ഇദ്ദേഹവും കൂടെ പാട്ടും പാടി വരും. കൂട്ടത്തിൽ നീ ആ ദിനേശിനെയും വലിപ്പിച്ചല്ലോ, സന്തോഷമായി എന്ന് പറഞ്ഞ് പോരും. എറണാകുളത്ത് വന്നിറങ്ങി ജനശാബ്ദി ലെവലിലും AC കോച്ച് കയറി സാർ പോകും. അപ്പോൾ AC-യിലൊക്കെ ഇരിക്കുമ്പോൾ വിചാരിക്കും അംബാനിയുടെ മരുമോനായിട്ട് ആയിരിക്കും ഈ ഇരിക്കുന്നതെന്ന്. വില കൂടിയൊരു കണ്ണടയൊക്കെ വെച്ച്, ആരുടെയും അധികം സംസാരിക്കാതെ താടിയും ഒക്കെ വെച്ച്, ഈ പറഞ്ഞ വില കൂടിയ ഇൻസർട്ട് ചെയ്ത ഷർട്ടും ഒക്കെ ഇട്ട് മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇരിക്കും അംബാനിയുടെ സഹോദരൻ്റെ മോനായിരിക്കും ഈ AC കോച്ചിൽ എൻ്റെ അടുത്തിരിക്കുന്നത്. വിധി, കോടതിയിലെ വിധി മറ്റന്നാൾ വരും. ഇന്ന് രാത്രി ഈ നാണം കെട്ടവൻ ഒരു ഉളുപ്പുമില്ലാതെ എന്നെ വിളിക്കുന്നു. കേസിന് മറ്റന്നാൾ വിധി വരും. ഞാൻ തോൽക്കുമെന്ന് എൻ്റെ വക്കീൽ പറഞ്ഞു. ഞാൻ ജയിലിലായാൽ ഇറങ്ങുന്ന അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. എൻ്റെ അമ്മ പറഞ്ഞത്, എടാ ദുഷ്ടനെ കണ്ടാൽ ദൂരെ ദൂരെ എന്നാണ് ഞാൻ നിന്നോട് പറയാറ്. എന്നോട് പോലും അനാവശ്യം പറഞ്ഞവനാണ് ഈ ദ്രോഹി, അതുകൊണ്ട് നീ സഹായിക്കരുത് എന്ന് അമ്മ പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ശാന്തിവിളയിൽ പോയി ഷാർജയ്ക്ക് വിളിച്ച് ആ കേസ് പിൻവലിക്കണം സാറേ എന്ന് സുകുമാരൻ സാറിനോട് ഞാൻ അപേക്ഷിച്ചു. അദ്ദേഹം കേസ് പിൻവലിക്കാൻ വക്കീലിനോട് വിളിച്ചു പറഞ്ഞു. യവൻ ഊരി എന്ന് പറയണ്ടല്ലോ, കേസിൽ നിന്ന് ഊരിയ ഈ തന്തയ്ക്ക് പറക്കാത്തവൻ പിറ്റേ ദിവസം ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, വലയം സീരിയലെടുത്ത് യൂട്യൂബിലിട്ടു. 1-ാം എപ്പിസോഡ് മുതൽ അവൻ്റെ തലതെറിച്ച പേരിട്ടു സംവിധായകനെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ സഹായിച്ചതിന് എനിക്ക് തിരിച്ചു തന്നതാണ്. എനിക്ക് 300 എപ്പിസോഡ് ചെയ്തതിന് പൈസ തന്നില്ല, സംവിധാനം പഠിച്ച് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ്
യവൻ അകത്താവും ചട്ടിയിലാവും എന്ന് എന്നെ വിളിച്ച് കാലെ പിടിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ സുമാര സാറിനോട് പറഞ്ഞ ആ കേസ് പിൻവലിച്ചു കൊടുത്തപ്പോൾ ഇവൻ എനിക്ക് ചെയ്ത പണി വലയത്തിൻ്റെ 1ാമത്തെ എപ്പിസോഡ് മുതൽ സംവിധാനം ഈ കുണാപ്പൻ എന്ന് വെച്ച് യൂട്യൂബിലിട്ട് ഇപ്പോഴും യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കി കാണാം. കണ്ടവൻ്റെ കാശിൽ എൻ്റെ അധ്വാനത്തിൽ ചെയ്ത പരമ്പരയ്ക്ക് ഒരു ഉളുപ്പുമില്ലാതെ സംവിധാനം ഈ കോപ്പൻ എന്ന് പേരിട്ടു. കേസ് പിൻവലിച്ചു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിരിക്കും അവൻ ചെയ്തത്. വലയം കാണുന്നവരൊക്കെ ഇപ്പോഴും ചോദിക്കുന്നു, വല്ലവനും സംവിധാനം ചെയ്ത പരമ്പര ചേട്ടൻ ചെയ്തതാണെന്ന് എന്തിനാ ചേട്ടാ പുളു പഠിക്കുന്നതെന്നാണ് എൻ്റെ ഒന്നിലധികം പേര് ചോദിച്ചു. ചേട്ടൻ സംവിധാനം ചെയ്തു എന്ന് ഈ പ്രോഗ്രാമിൽ പറയുന്നു. ചേട്ടാ അത് വേറൊരുത്തല്ലേ ചെയ്തത്, അതിൽ ആ സംവിധായകൻ്റെ പേര് കാണിക്കുന്നുണ്ടല്ലോ, ഏത് ഈ വലിപ്പിക്കുന്ന കള്ളൻ്റെ. ഈ വഴിയെ പറ്റിക്കാം എന്നാകും ഡോക്ടർ ബാദുഷായും വിചാരിക്കുന്നത്. റോഷിദ് ലാൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണെങ്കിൽ നീ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, നിൻ്റെ എത്ര ചട്ടമ്പിമാരുണ്ടായിരുന്നിട്ടും കാര്യമില്ല, ആളുകളെ വലിപ്പിച്ചുണ്ടാക്കിയ കൊട്ടാരത്തിൽ കിടന്നിട്ടും കാര്യമില്ല ഡോക്ടറെ. അഴിയെണ്ണും അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്ന പരമകാരുണ്യവാനായ അള്ളാഹു നിനക്കതിന് കൃത്യമായിട്ട് ഈ വലിപ്പിച്ചതിനുള്ള ചാട്ടയടി തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10 വർഷം കഴിഞ്ഞാലും ഉറപ്പാണ് നീ അഴിയെണ്ണും. ഡോക്ടർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു മോളില്ലേ, അവളെ കെട്ടാൻ അന്തസ്സുള്ള ഒരു വീട്ടിൽ നിന്നും ഒരാൾ വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തന്നെ പോലെ ഫ്രോഡ്തനം കൊണ്ട് കിടക്കുന്ന വലിപ്പിക്കാൻ കഴിവുള്ള ഏതെങ്കിലും തലതിരിഞ്ഞ ഒരുത്തനെ കിട്ടുമായിരിക്കും നിനക്ക് മരുമോനായിട്ട്. അവൻ ഉറപ്പാണ് നിന്നെ പറ്റിക്കും, നിന്നെ വലിപ്പിക്കും. അങ്ങനെ സംഭവിക്കുള്ളൂ. കാരണം കിട്ടുന്ന മുതലിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കാത്തവനെ അംഗീകരിക്കാത്ത പടച്ചോൻ്റെ മുന്നിൽ 5 നേരം നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അതിനു മുമ്പേ അവിടുന്ന് സ്ഥലം വിടും ബാദുഷേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. റോഷിദ് ലാലിൻ്റെ രസകരമായൊരു ഫ്ലാഷ് ബാക്ക് കഥ കൂടി പറയാം. ചെന്നൈയിൽ റോഷിദ് പഠിക്കുന്ന സമയം ജീവിതത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയാം. ബാച്ചിലേഴ്സിനെ സഹിക്കാനാവാത്ത അയൽപക്കക്കാർ ചുറ്റിനും താമസിക്കുന്നതിൻ്റെ നടുക്കായിരുന്നു റോഷിത്തും സംഘവും താമസിച്ചിരുന്നത്. അതിലൊരു വീട്ടുകാരൻ ഭീം സിംഗ് എന്ന രാജസ്ഥാൻകാരനാണ്. ബ്ലൈഡ് പലിശയ്ക്ക് സാധനങ്ങൾ പണയമായി വാങ്ങിച്ചിട്ട് പണം കടം കൊടുക്കുന്ന ആളാണ് ഭീം സിംഗ്. ഭാര്യയും ഒരു മോളും ഒരു മോനും ഉള്ള ചെറിയ കുടുംബമാണ്. അയൽപക്കക്കാരന്മാരായവരെ ഒട്ടും വിശ്വാസമില്ലാത്തതിനാൽ ഭാര്യയെയും മോളെയും സദാ കണ്ണിൽ എണ്ണ ഒഴിച്ച് സംരക്ഷിക്കുന്ന ഭീം സിംഗ് ഇടയ്ക്ക് റോഷിത്ത് ഒരു പെപ്സ സ്കൂട്ടർ വാങ്ങിച്ചു. വെസ്പ സ്കൂട്ടർ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ഒരു ഓഞ്ഞ ബജാജ് സ്കൂട്ടറുള്ള അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കുന്ന ഭീം സിംഗിന് എന്താ പറയുക, ഒരു വൈഷമ്യം തോന്നാം. ഒട്ടും രസിച്ചില്ല എന്തായാലും ഭീം സിംഗിന്. കൂടുതൽ ശത്രുവായി കാണാൻ ഈ വെസ്പ സ്കൂട്ടർ കാരണമായി. ഈ വെസ്പ മറ്റൊരു പൊല്ലാപ്പൂടി ഉണ്ടാക്കി. അപ്പാർട്ട്മെൻറ്റിൻ്റെ 2ാം നിലയിലാണ് റോഷിത്തിൻ്റെ താമസമുറി. അങ്ങനെ ആയതിനാൽ പുതിയ വെസ്പ വയ്ക്കേണ്ടത് ഭീം സിംഗിൻ്റെ അടുക്കളയുടെ ഭാഗത്ത്. ഇത് തൻ്റെ ഭാര്യയെയും മകളെയും നോക്കാനാവുമെന്ന് ഭീം സിംഗ് സംശയിക്കുക സ്വാഭാവികം. ശത്രു സംഹാരത്തിനായി ഭീം സിംഗ് തയ്യാറെടുക്കുമ്പോൾ ഒരു വാർത്ത തേടി വന്നു. രാജസ്ഥാനിൽ അടുത്ത ഒരു ബന്ധു വടിയായി. ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ ഈ വെസ്പ പാർട്ടിയെ അടക്കം സിംഗിന് വിശ്വാസം കൂടുതലുള്ളതിനാൽ മോളെയും ഭാര്യയും കൂടെ കൂട്ടിയാണ്, മോളെയും ഭാര്യയും മോനെയും കൂട്ടിയാണ് അയാൾ രാജസ്ഥാനിലേക്ക് പോയത്. പണയ സാധനങ്ങൾ വീട് നിറയുണ്ട്, കടയിലുമുണ്ട്. അതിലൊന്ന് പുത്തനൊരു എയർ കൂളറാണ്. വീട്ടിലോ കടയിലോ വച്ചിട്ട് പോയാൽ കൂടെയുള്ള വൃത്തികെട്ട ജോലിക്കാർ കൂളർ ഓഫാക്കാതെ തണുപ്പിച്ച് അതിനെ നശിപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ കൂളർ ഭീം സിംഗ് വൃത്തികെട്ട അയൽക്കാരിലെ ജൂനിയറായ റോഷിത്തിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ബച്ചോ ഇന്ത എയർ കൂളർ നല്ല പാത്തുക്കോ കണ്ണാ എന്ന് പറഞ്ഞ് റോഷിത്തിനെ ഏൽപ്പിച്ചു. മദ്രാസിലെ ചൂടിനെ പറ്റി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. റോഷിത്ത് ആ കൂളർ കിട്ടിയത് അങ്ങ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണ്. കൂട്ടുകാരുമായി കൂടാൻ പ്ലാൻ ചെയ്തു. കൂളർ
ഫുൾ സ്പീഡിലിട്ട് കിടപ്പറയെ നല്ലൊരു തണുത്ത ബാറാക്കി കൂട്ടുകാരുമായിട്ട് റോഷിത്ത് ആഘോഷിച്ചു. ആഴ്ചകൾ മാസങ്ങളിലേക്ക് കടന്നുപോയി. ഭീം സിംഗ് രാജസ്ഥാനിൽ നിന്നും മടങ്ങി വന്നില്ല. അപ്പോൾ ചിലർ പറഞ്ഞു അയാൾ രാജസ്ഥാനിൽ സെറ്റിലായി കാണും, ഇനി ഇങ്ങോട്ടൊന്നും വരില്ലായിരിക്കും. റോഷിത്തിന് കുറച്ചുകൂടി ഭേദപ്പെട്ട ഒരു ജോലി കിട്ടി. താമസ സ്ഥലം മാറണം, കൃത്യമായി ജോലിക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് മാറണം. കാരണം ഇത്തിരി മാറിയാണ്, ദൂരെയാണ് ജോലി കിട്ടിയത്. എയർ കൂളർ ഒരു ബാധ്യതയാകും കൂടെ കൂട്ടിയാൽ. കൂട്ടത്തിൽ പുതിയ ജോലി കിട്ടിയതിനും താമസം മാറുന്നതിനും നല്ലൊരു ചിലവ് ചെയ്യണം എന്നായി സഹമുറിയന്മാർ. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. എന്തു ചെയ്യും? തല പുകഞ്ഞ് ചിന്തിച്ചു. എന്തായാലും ഇനി ഭീം സിംഗ് വരില്ല, തനിക്ക് കൂളർ ചുമക്കാനും വയ്യ, ഇവിടെ യവന്മാരെ ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റില്ല. ആക്രി സാധനങ്ങൾ എടുക്കുന്ന അണ്ണാച്ചിക്ക് കൂളർ 800 രൂപയ്ക്ക്, വർക്കിംഗ് കണ്ടീഷനാണല്ലോ, അതൊക്കെ ഓണൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത് വർക്കിംഗ് കണ്ടീഷനായ കൂളർ എനിക്ക് സ്ഥലം മാറ്റം കിട്ടിയതുകൊണ്ട് ഞാൻ വിൽക്കുകയാണ്, അല്ലാതെ ഇല്ലാതായതുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ് വിറ്റ് രാത്രി കൂട്ടുകാരുമായി അടിച്ചു പൊളിച്ചു. രാവിലെ തന്നെ സ്ഥലം കാലിയാക്കി അദ്ദേഹം പുതിയ മേച്ചിൽ പുറത്തേക്ക് പോയി. പുതിയ കോർപ്പറേറ്റ് ജീവിതം, പുതിയ ഫോൺ നമ്പർ, പുതിയ ജോലി. ദിവസങ്ങൾ മാറി മാറി പോകവേ ഒരു നാൾ റോഷിത്തിൻ്റെ ചേട്ടൻ വിളിച്ചു. സ്വത്ത് തർക്കം തീർക്കാനായി രാജസ്ഥാനിൽ തങ്ങിയ ഭീം സിംഗ് പഴയ ലാവണത്തിൽ, പഴയ വാടക വീട്ടിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അയാൾ എന്നെ വിളിച്ചു, നിൻ്റെ പഴയ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പുതിയ നമ്പർ കൊടുത്തിട്ടുണ്ടേ എന്ന് പറഞ്ഞു. ശരിക്കും റോഷിത്ത് ഞെട്ടിപ്പൊട്ടി തെറിച്ചു എന്ന് പറയാം. ഭീം സിംഗിൻ്റെ മുഖം തുറിച്ചു നോക്കുന്നത് പോലെ കണ്ണടച്ചാൽ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഒരു നാൾ ഭീം സിംഗിൻ്റെ വിളി വന്നു, ഡേ പൊറുകി, അന്ത എയർ കൂളർ ഒരുത്തം വന്ന് 200 രൂപയ്ക്ക് എൻ്റെ പലിശയ്ക്ക് വെച്ചു. ഇപ്പോൾ ഫുൾ ഇൻട്രസ്റ്റ് ചേർത്ത് 300 രൂപ അവൻ കൊണ്ടുവന്ന് കെട്ടി. ആനാ നീ അന്ത എയർ കൂളർ വേസ്റ്റ് കടയിൽ 800 രൂപയ്ക്ക് വിറ്റാച്ച് അല്ലേ? ഇപ്പോൾ വേസ്റ്റ് കടക്കാരൻ சொல்கிறேன், அந்த കൂളർ 1200 രൂപ കൊടുത്താൽ റിട്ടേൺ ചെയ്യലാമെന്നാണ് അവൻ പറയുന്നത്. അതായത് 200 രൂപയ്ക്ക് ഒരുത്തം കൊണ്ടുവന്ന് പണയം വെച്ചു ഭീം സിംഗിൻ്റെ കയ്യിൽ. അതിൻ്റെ പലിശ അടക്കം 300 രൂപ കൊണ്ടുവന്ന് ഇപ്പോൾ തിരിച്ച് കെട്ടി, എൻ്റെ കൂളർതാ എന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ച് പോയപ്പോൾ പറഞ്ഞു കൂളർ വേസ്റ്റ് കടയിൽ ഇരിക്കണം. അവിടെ ചെന്നപ്പോൾ അവൻ പറയാണ്, 800 രൂപയ്ക്ക് ഞാൻ ഇത് വാങ്ങിയതാണ്, 1200 രൂപ തരാം, 200 രൂപ തന്നാൽ തരാം. ഇനിയൊരു ഇത് ഈ പറഞ്ഞത്, ഈ ഭീം സിംഗ് പറഞ്ഞത് സ്വപ്നമാവണേ എന്ന് പ്രാർത്ഥിച്ച് റോഷിത്ത് തന്നെത്താനെ ഒന്ന് നുള്ളി നോക്കി. അല്ല, ഇത് നാന്ത. അപ്പോഴും കേൾക്കാം ഭീം സിംഗിൻ്റെ അലർച്ച, ഡേയ് നീ എங்கே ഇരുന്നാലും ഉന്നെ ഞാൻ തൂക്കുവേ, ഉന്നെ ചുമ്മാ ഞാൻ വിടമാട്ടെ. സിംഗപ്പൂരിൽ ജീവിതം പറിച്ചു നട്ട റോഷിത്ത് 18 വർഷം കഴിഞ്ഞിട്ടും ചെന്നൈയിൽ പോയാൽ ഏതെങ്കിലും സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഡേയ് അയോഗ്യ പയലേ എന്ന് അലറിക്കൊണ്ട് തൻ്റെ മുന്നിൽ ഭീം സിംഗ് ചാടി വീഴുമെന്ന ഉൾക്കിടിലത്തോടെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ആ റോഷിത്തിനെയാണ് ഇവിടെ ഡോക്ടർ ബാദുഷ സാർ വലിപ്പിക്കാൻ നോക്കുന്നത്. 4 വർഷമായി 1 കോടി രൂപയ്ക്ക് മുകളിൽ വാങ്ങിയിട്ട്. കയ്യിൽ കാശില്ലാത്തവനൊക്കെ എന്തിനാ സിനിമ പിടിക്കാൻ ഇറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനെയൊക്കെ ദിലീപിനെ പോലെയുള്ളവർ എന്തിനാണ് സിനിമ നിർമ്മിക്കാൻ പിന്തുണ നൽകുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പരിചയപ്പെട്ടപ്പം തന്നെ വിശ്വാസം നേടി റോഷിത്തിൻ്റെ കയ്യിൽ നിന്ന് 20 ലക്ഷം രൂപ പരിചയപ്പെട്ട അന്ന് തന്നെ അടിച്ചു മാറ്റിയ ആളാണ് ബാദുഷ സാർ. 15 കോടി മുടക്കിയ കേശു ഈ വീടിൻ്റെ നാഥൻ 30 കോടിക്ക് പുറത്ത് ദിലീപിന് ലാഭം കിട്ടിയെന്നും വോയിസ് ഓഫ് സത്യനാഥൻ അതിലും മേളിൽ ലാഭം നേടുമെന്നും 1 കോടി മുടക്കിയാൽ ചുരുങ്ങിയത് 3 കോടി രോഹിതിന് നൽകാം എന്നൊക്കെ പറഞ്ഞാണ് രോഹിതിനെ ചാടിച്ചത്. രാമപിള്ള വക്കീലിന് കൊടുക്കാൻ കാശില്ലാതെ പിച്ചക്കാരനായ ദിലീപ് ഫണ്ടിലേക്ക് 10 കോടി എന്താ പറയുക അടിച്ചു. ഇതിനിടയിൽ വെടിക്കെട്ടിലേക്ക് ചാടിച്ചു.
അതിലും റോഷത്ത് കാശിട്ടിരുന്നു, അതും പോയി. അതിലും പഴിയെല്ലാം ആർക്ക്? ദിലീപിന്. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ വോയിസ് ഓഫ് സത്യനാഥനിൽ കാശിട്ടു, എഗ്രിമെൻ്റ് വെച്ചു. ഡോക്ടർ ആ കാശ് കൊണ്ട് പുതിയ കാറെടുത്തു, ഭാര്യയ്ക്ക് പുതിയ കാറെടുത്തു, ഡയമണ്ടുകൾ വാങ്ങിക്കൂട്ടി, പുതിയ കൊട്ടാരം പോലെ അടിച്ചു പൊളിക്കുന്ന ഡോക്ടർ കണ്ടവൻ്റെ കാശിൽ വിലസി നടക്കുന്നു. 1 കോടിക്ക് എഗ്രിമെൻ്റ് ഇല്ലാതെ ലക്ഷങ്ങളും 2021 വാങ്ങിയതാണ്, ഡിസംബറിൽ വാങ്ങിയതാണ്. പ്രിയദർശൻ്റെ വീട് കലൂരിൽ വിൽക്കാൻ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വാങ്ങുന്നോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ വാങ്ങണ്ട, ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞ് ഡോക്ടർ അതും വാങ്ങി എന്നാണ് റോഷിത്ത് പറയുന്നത്. കണ്ടവൻ്റെ കാശ് കൊണ്ടാണ് ഇതെല്ലാം വിലസൽ. വോയിസ് ഓഫ് സത്യനാഥൻ വീണപ്പോൾ അടുത്ത സ്വാഭാവികമായിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകുമല്ലോ. ഇനി റോഷിത്ത് എന്തിന് ഇനി അടുത്ത ആളിലേക്ക് പോകും. പിന്നെ റോഷിത്ത് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, പകരം ആശുപത്രി കിടക്കുന്ന ചില ഫോട്ടോകൾ അയച്ചു കൊടുക്കും, ചാവാൻ കിടക്കുമ്പോഴത്തെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. ഭാര്യയെ വിളിച്ചാൽ അവരും ഓരോ ന്യായവാദങ്ങൾ പറഞ്ഞ് ഉഴപ്പുന്നു. എഗ്രിമെൻ്റ് വച്ചിരിക്കുന്നത് 2022 ഡിസംബറിൽ പടം റിലീസായില്ല എങ്കിൽ വാങ്ങിയ കാശ് തിരിച്ചു നൽകാം എന്നാണ്. സിനിമ ലാഭമായാലും നഷ്ടമായാലും റോഷിത്തിട്ട കാശ് തിരിച്ചു തരും എന്നാണ് എഗ്രിമെൻറ്റ്. സിനിമ റിലീസായാൽ 6 മാസത്തിനകം ലാഭവിഹിതം അടക്കം സെറ്റിൽ ചെയ്യണമെന്നാണ് എഗ്രിമെൻറ്റ്. ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. 3 ചെക്കുകൾ നൽകി. അതിലൊരു ചെക്ക് 50 ലക്ഷത്തിൻ്റെ കളക്ഷൻ ഇട്ടു, ബൗൺസായി. എന്നിട്ടും റോഷിത്ത് കേസിന് പോയില്ല. ഫാമിലിയായി ജീവിക്കുന്നവനല്ലേ എന്ന് കരുതി അയാൾ കേസിനൊന്നും പോയില്ല. വർഷം 4 കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബാദുഷ പറയുന്നത്, താൻ കാശ് കൊടുത്ത് വാങ്ങിച്ചോടാ, അതിൻ്റെ ഓഡിയോ ഞാൻ കേട്ടതാണ്, കാശ് കൊടുത്ത് വാങ്ങിച്ചോടാ, താൻ ലാഭത്തിന് വേണ്ടിയല്ലേ സിനിമയിൽ വന്നത് എന്നൊക്കെയാണ് റോഷൻ പറയുന്നത്, അല്ല ബാദുഷ പറയുന്നത്. മമ്മൂട്ടി അടക്കമുള്ളവരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ കാണിച്ചാണ് സിനിമയിൽ താനൊരു തമ്പുരാനാണെന്ന് വിശ്വാസം ബാദുഷ ഡോക്ടർ നേടിയെടുക്കുന്നത് എന്നും റോഷിത്ത് പറയുന്നു. ബാദുഷ ആരെ എന്നറിയാത്ത കാശുള്ളവരെ ഈ ഫോട്ടോകൾ വീഴ്ത്തും. ഞാൻ അയാളെ ചിലർ പറഞ്ഞത് കാരണവും ഈ ഫോട്ടോകൾ കാരണവും വീണവനാണ് ഞാനെന്ന് റോഷിത്ത് ഒരു മടിയുമില്ലാതെ തുറന്ന് പറയുന്നു. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇമെയിലിൽ പരാതി നൽകി. NRSLിലും പരാതി കൊടുത്തു. ഒരു DSP വിളിച്ചു, NRSL അഡ്രസ്സ് തിരക്കി, കോഴിക്കോട് വിലാസം നൽകി. അവർ വീട്ടിൽ ചെന്ന് തിരക്കി, വീണ്ടും കംപ്ലൈൻറ്റ് വാങ്ങി. പോലീസ് പലതവണ വിളിച്ചിട്ടും ഡോക്ടർ ബാദുഷ സാർ ഫോൺ എടുക്കുകയില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് അല്ലേ, കോൺഗ്രസ് മുഖ്യമന്ത്രിയല്ലേ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പോലീസിനെ പേടിക്കണ്ടല്ലോ. അതുകൊണ്ട് പോലീസുകാർ വിളിച്ചാൽ DSP അല്ല, അയാളെ മോളിൽ ഇരിക്കണമെന്ന് വിളിച്ചാലും ബാദുഷ സാർ ഫോൺ എടുക്കില്ല. കാശില്ല എന്ന് എന്നോട് പറയുന്നു. റേച്ചൽ എന്നൊരു പടം 6.5 കോടി മുടക്കി എന്നിട്ട് എടുക്കുന്നു. അതെങ്ങനെ എന്നാണ് റോഷത്തിൻ്റെ സംശയം. റോഷത്തെ അത് അടുത്തവനെ വലിപ്പിച്ചതാണ്. ഓരോ വലിപ്പീരിലും ഇങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും കാശില്ലാത്തവൻ എങ്ങനെ അടുത്ത സിനിമ എടുത്തു, അടുത്ത വേറൊരു പൊട്ടൻ ചെന്ന് ചാടി കൊടുക്കുന്നേ. ഇങ്ങനെ ചാടി പൊട്ടന്മാരെ വലിപ്പിച്ചാണ് ബാദുഷ സാറിനെ പോലുള്ളവർ ചീർത്ത് കയറുന്ന കണ്ടില്ലേ, പെരുവി കയറുന്ന കണ്ടില്ലേ. പുതിയൊരു റോഷത്തിനെ താരങ്ങളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ കാണിച്ച് വീഴ്ത്തിയിരിക്കാം എന്ന് പോലും അറിയാത്ത മനുഷ്യനെയാണ് ബാദുഷ സാർ വീഴ്ത്തിയിരിക്കുന്നത്. ഇപ്പോൾ 1 കോടിയും ഒരു 10-15 ലക്ഷവും മാത്രമേ പോയുള്ളൂ. ഇനി എത്ര കോടി ആരെയെല്ലാം പറ്റിക്കാനിരിക്കുന്നത് ബാദുഷ സാറ് എന്ന് റോഷിത്ത് ആലോചിക്കുക. നിങ്ങൾ നിയമപരമായി മുമ്പോട്ട് പോകുന്നേ, അല്ല നിങ്ങൾ അവനെ പോലെ ചട്ടമ്പിമാരെയും കൊണ്ടൊന്നും നടക്കണ്ട. നിയമപരമായി പോയാൽ തീർച്ചയായിട്ടും എല്ലാ തെളിവുകളും റോഷത്തിന് അനുകൂലമായിരിക്കും. ഇനി ഒരു NRA ഈ വിദേശത്തൊക്കെ കിടന്ന് വേർത്തുണ്ടാക്കുന്ന പൈസ കൊണ്ടൊന്ന് ഇതുപോലുള്ള ഫ്രോഡുകളുടെ കൈ കൊണ്ട് കൊടുക്കാൻ തലയിൽ ആൾ താമസമുള്ളവരാണെങ്കിൽ പോകും. എത്ര പേരായി നിങ്ങൾ ആലോചിച്ചു. ഇന്നാൾ നോക്കിയപ്പോൾ ഒരു വിദേശി ഇരുന്ന് പൊട്ടി കരയുന്നു. കണ്ടതല്ലേ നിങ്ങളെല്ലാം, വലിപ്പിച്ചെന്ന് പറഞ്ഞ് എൻ്റെ എല്ലാം പോയേന്ന് പറഞ്ഞിരുന്ന് കരയുന്നു. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുവന്ന് ഇവിടുത്തെ സാമദ്രോഹികൾക്ക് സിനിമ മൂഞ്ചാനായിട്ട് കൊണ്ട് കൊടുത്തിട്ട് അവൻ പറ്റിച്ചേന്നും പറഞ്ഞ് പോയിട്ടൊരു കാര്യവുമില്ല. നിങ്ങളൊക്കെ ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. നേരെ മറിച്ച് നിങ്ങളെപ്പോലെ ഒരാളിനോട് ഹലോ ഒരു 3 കോടി രൂപ മുടക്കാമെങ്കിലേ നമുക്കൊരു ചെറിയ സിനിമ എടുക്കാം, അത് എങ്ങനെയായാലും കച്ചവടമായി കിട്ടും എന്ന് പറഞ്ഞാൽ 30 രൂപയില്ല എന്ന് പറയും. കാരണം
എന്നെപ്പോലെ ഒരാളിന് 3 കോടി മുടക്കിയാൽ ഞാൻ സിനിമയിൽ വലിപ്പിക്കില്ലല്ലോ, കൂട്ടിക്കൊടുക്കാനും പോവില്ല. ഏതെങ്കിലും നടിയോട് ഇവൻ കയറി കൂടെ വരുമെന്ന് കേട്ടാൽ ഞാൻ അടിയും കൊടുക്കും. അതുകൊണ്ട് അവരുമായിരിക്കും വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് നമ്മളെന്തിന് കോണം കൊടുക്കണേ. നമുക്ക് ബാദുഷ സാറിനെ പോലെ എല്ലാം ചെയ്തു തരുന്നവരുണ്ടല്ലോ, അവർ മതിയെന്ന് പറഞ്ഞ് പോണോണ്ടാണ് ഇങ്ങനെ വലിപ്പിക്കുന്നത്. എന്തായാലും റോഷത്തെ വിടരുത്. ഒന്നുമില്ലെങ്കിലും കോടതിയിൽ ഇവൻ്റെ വീടെങ്കിലും നിങ്ങൾ സീൽ ചെയ്യിക്കണം. കാരണം മറുകച്ചവടം അടിക്കാനോ പേര് മാറ്റാനോ ഒന്നും സമ്മതിക്കാതെ ഈ വീടുകൾ കാറുകളൊക്കെ ഒന്ന് സീൽ ചെയ്യിക്കാൻ പറ്റുമെന്ന് നല്ലൊരു വക്കീലിനെ കൊണ്ട്, രാമപിള്ള വക്കീലിനെ എന്നെ കൊണ്ട് കൊടുക്കുന്നേ. എന്നിട്ട് അങ്ങേരോടും പറ, ഇങ്ങനെ ദിലീപിന് താങ്കൾക്ക് തരാൻ പൈസ ഇല്ലായിരുന്നപ്പോൾ ബാദുക്ക ചോദിച്ച് ഞാൻ കൊടുത്ത ആളാണെന്നും പറ. അപ്പോൾ ബാക്കി അങ്ങേര് പറഞ്ഞു തരും മറുപടി. ആലോചിച്ച് ദിലീപിനെയൊക്കെ ഇങ്ങനെ നാണം കെടുത്താമോ? ദിലീപ് പറഞ്ഞിരിക്കില്ല പിരിക്കുന്നത്, പിരിച്ച് പൂട്ടടിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. കഷ്ടമായിപ്പോയി ബാദുഷ നിങ്ങളെ കാര്യം. നിങ്ങളെ നല്ലവനെന്ന് പറഞ്ഞ അതേ വാഗുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. നിങ്ങളെങ്ങനെ ഈ 5 നേരം നിസ്കരിച്ച് പടച്ചോൻ്റെ അടുത്ത് പോകാനായിട്ട് റെഡിയായിട്ട് നടക്കും? നിങ്ങളെയൊന്നും അവിടെ കയറ്റില്ല, അങ്ങേര് കയറ്റില്ല. കാരണം കാരുണ്യവാനായ മനുഷ്യനാണ്. ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ ബാദുക്കേരെ ഇല്ല, എനിക്ക് തോന്നുന്നില്ല ബാദുക്കേരെ പഴയതുപോലെ ചട്ടമ്പിമാർ വിളിക്കുന്നുമില്ല. അഥവാ വിളിച്ചാൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ഒക്കെ എൻ്റെ ഉപ്പുപ്പാൻ്റെ അച്ഛൻ്റെ വകയാണെന്നും പറഞ്ഞ് നിങ്ങൾ കൊച്ചിയിലൊക്കെ വരുമ്പോൾ എന്നോട് എന്തെങ്കിലും നമ്പർ കാണിക്കാൻ പറഞ്ഞെങ്കിൽ അപ്പം ബാക്കി പറയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.